കോഴിക്കോട് വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച അധ്യാപികമാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് പോലീസ്. പ്രതികളായ കാവ്യ, നീഷ്മ എന്നിവരെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കേസിൽ തങ്ങൾക്ക് പങ്കില്ല, പെട്ടുപോയതാണെന്ന് ഇരുവരും പോലീസിന് മുന്നിലും ആവർത്തിച്ചു. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ന്യൂസ് 18നോടും ഇക്കാര്യം കാവ്യ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. നേരത്തെ അനീഷിനോട് തന്നെയാണ് നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഈ കാവ്യ ഇക്കാര്യം പറഞ്ഞത്, തനിക്കിതിൽ പങ്കില്ല, തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ് ഈ കേസിൻ്റെ മുഖ്യ ആസൂത്രക എന്നറിയണം. കുട്ടികൾക്ക് ഇവർ ലഹരി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് അന്വേഷണം നടന്നിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ടോം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഈ കസ്റ്റഡിയിലായ അധ്യാപകർ അതിൻ്റെ കണ്ണികളായിരുന്നു എന്നൊരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പരസ്പരം പഴിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം നേരത്തെ ആദ്യം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയ കീർത്തന പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ താൻ ഉൾപ്പെട്ടിട്ടില്ല, തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് ആണുള്ളത്, താനൊരു അമ്മയാണ്, ഒരു അധ്യാപികയാണ് എന്നീ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വളരെ വിശദമായുള്ള ചോദ്യം ചെയ്യലിൽ ഈ രേഖകളൊക്കെ കാണിച്ചുള്ള അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളും മറ്റ് വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങളോടും മൗനം പാലിക്കുകയായിരുന്നു അന്ന് കീർത്തന ചെയ്തു. ഒപ്പം ഈ കോടതിയിൽ ഈ ജാമ്യ ഹർജിയിൽ വാദം കേട്ടപ്പോൾ കീർത്തൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ആരിൽ നിന്നും നേരിട്ട് ഈ കീർത്തന പണം വാങ്ങിയിട്ടില്ല, മറിച്ച് കീർത്തനയുടെ സുഹൃത്താണ് കാവ്യ. കാവ്യയോട് പണം കടം ചോദിച്ചപ്പോൾ അത് കാവ്യയുടെ മറ്റൊരു ആൺ സുഹൃത്ത് അയച്ചു നൽകി എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതായത് കാവ്യ ആണ് ഇത്തരത്തിലുള്ള ഇടപാടുകളിലേക്ക് തന്നെ വലിച്ചഴിച്ചത് എന്നാണ് കീർത്തന വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യത്തിൽ കീർത്തന കള്ളം പറയുന്നു എന്നാണ് ഇന്നലെ കാവ്യ നമ്മളോട് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യം മറ്റു ഒന്നാണ്, താൻ ഈ കേസിൽ പെട്ടുപോയതാണ് എന്ന് അവർ പറയുന്നു. നീഷ്മയും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു മൊഴിയാണ് പോലീസിന് നൽകിയത്. രണ്ടുപേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തിയും കൂട്ടിച്ചേർത്തും ഒന്നിച്ചിരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ സംഘം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം അല്പസമയത്തിനകം കസ്റ്റഡി സമയം കഴിഞ്ഞ് തിരിച്ച് കോടതിയിലേക്ക് ഹാജരാക്കുകയും വീണ്ടും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്തായാലും കീർത്തന നേരത്തെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇരു പക്ഷവും, അതായത് ആദ്യം ചോദ്യം ചെയ്ത കീർത്തനയും രണ്ടാമത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നീഷ്മയും കാവ്യയും പറയുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഒപ്പം പോലീസ് ഹാജരാക്കുന്ന തെളിവുകളെ, ഇവർക്കെതിരായി സമാഹരിച്ചിരിക്കുന്ന തെളിവുകളെ ഏത് രീതിയിൽ ഇവർ പ്രതിരോധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. പക്ഷേ അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രധാന സൂത്രധാരനെ കുറിച്ച് ഇപ്പോഴും പോലീസിന് വിവരങ്ങളില്ല എന്നതാണ് ഈ കേസിന് സാരമായി തന്നെ ബാധിക്കുന്നത്. ഈ പിടിയിലായ അധ്യാപികമാർ അവരുടെ പണം ജിജിൻ കുര്യാക്കോസ് എന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശി ആളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 6 മാസത്തിനുള്ളിൽ 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ ഈ അക്കൗണ്ട് വഴി നടന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഈ അക്കൗണ്ടിൽ ലഭിക്കുന്ന പണം ജിജിൻ പിന്നീട് ഷിൻഡോ എന്ന വയനാട് സ്വദേശിക്ക് അയച്ചു നൽകിയെന്നും കണ്ടെത്തി. പക്ഷേ ഇയാളെ പിടികൂടാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്ന് ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കർണാടകം, ഷിൻഡോ ഇപ്പോഴും കാണാൻ മറയത്തല്ലേ? ഇയാളിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം ഇതുവരെയും എത്താൻ കഴിയാത്തത്? തീർച്ചയായും അതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി. കാരണം ഈ ഇടനിലക്കാരായ ആളുകൾ അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചവരെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസിന് ലഭ്യമാണ്. ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ അവർ അവരുടെ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു നൽകുകയും ആ സ്ഥലത്തെത്തുമ്പോൾ മറ്റൊരാൾ വന്ന് ഈ ചരക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അത്തരത്തിൽ കൈമാറപ്പെടുന്ന പണം അധ്യാപികമാർക്ക് ലഭിക്കുന്നു. അവരൊരു പങ്ക് അവർ സ്വയം ചിലവഴിക്കുന്നു, മറുഭാഗം ഈ ജിജിൻ കുര്യാക്കോസ് എന്ന ഇരിട്ടി സ്വദേശിക്ക് അയച്ചു കൊടുക്കുന്നു. ജിജിൻ കുര്യാക്കോസ് ആ പണം ഷിൻഡോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു ഈ ചങ്ങല പ്രവർത്തിച്ചിരുന്നത്. ഈ ഷിൻഡോയുടെ കൈവശം തന്നെ ഈ അധ്യാപികമാരല്ലാതെ സമാനമായ ജോലി ചെയ്യുന്ന മറ്റിടങ്ങളിലെ ആളുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ, കുട്ടികൾ ഈ ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ മയക്കുമരുന്ന് ഉറവിടം കണ്ടെത്താൻ ഈ ഷിൻഡോയെ പിടികൂടുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായി മാറിയിരിക്കുന്നു. കേവലം ഈ 3-4 അധ്യാപികമാരിലും ഈ മറ്റേ ഇടനിലക്കാരനായ ജിജിലൊന്നും ഒരുങ്ങുന്നതല്ല. മുഖ്യപ്രതിയിലേക്ക് ഇതുവരെ എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെ
ഇപ്പോൾ കേസിലെ പ്രതികളായിട്ടുള്ള അധ്യാപികമാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.